ഓക്കെ ഗൈസ്, മഹീന്ദ്രയുടെ BE6 നമുക്ക് ചാർജിലിട്ട് നോക്കാം എത്ര സമയം എടുക്കും എന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ കോക്ക്പിറ്റ്. അപ്പോൾ നമ്മൾ ചാർജിന് ഇടാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ ഒരു മഹീന്ദ്ര BE6 ചാർജ് ചെയ്യാം ഒരു പബ്ലിക് സ്ഥലത്ത് വന്നിട്ടെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ വണ്ടി ഇവിടെ റിവേഴ്സിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അതിന് വണ്ടിയുടെ ഓണർ ഇവിടെ ഉണ്ട്. ഹലോ ഹലോ ഹായ് 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 ഓക്കെ. ഇവിടെ ഗണ്ണുണ്ട്. നമുക്കിതിൻ്റെ സൈഡിലാണ് കേട്ടോ. ഇതിനൊട്ടും ചാർജ് ഇല്ല. ആക്ച്വലി 8% മാത്രമേ ചാർജ് ലെഫ്റ്റ് ആയിട്ടുള്ളൂ. നമുക്ക് നോക്കാം എത്ര സമയം എടുക്കും BE6. ഇപ്പം 8% നിന്നും 80-85 ആവാൻ എത്ര സമയം എടുക്കും നമുക്ക് നോക്കാം. ഇത് 60 കിലോ വാട്ടിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത് 60 ആണ്. വേറെ വണ്ടികളൊന്നും അടുത്തില്ലാത്തത് കൊണ്ട് നമുക്ക് ഫുള്ളി 60 നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. 1 മണിക്കൂറും 28 മിനിറ്റും ആണ് കാണിക്കുന്നത് 100% ചാർജ് ആവാൻ. 61 കിലോ വാട്ട് DC ചാർജ് യൂസ് ചെയ്ത് ഗൈസ് 44% ആയപ്പോഴത്തേക്ക് ഇനിയും 100 ആവാൻ 1 മണിക്കൂറും 39 മിനിറ്റും വേണം. ഗൈസ് അങ്ങനെ നീണ്ട 3 മണിക്കൂറിന് ശേഷം ഫുൾ ചാർജ് ആയിരിക്കുകയാണ്. അറൗണ്ട് ഒരു 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ കാണുന്ന ചാർജിങ് സ്റ്റേറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഗണ്ണൂരി ഒരു കാര്യം കൂടെ പറയണം, ഇടയ്ക്ക് വേറൊരു വണ്ടി വന്നായിരുന്നു, അതുകൊണ്ട് 30 അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. BE6 ചാർജ് ചെയ്തതിന്റെ റേറ്റ് നമ്മൾ ഇടയ്ക്ക് കറണ്ട് പോയപ്പോൾ 885 രൂപയ്ക്ക് സ്റ്റോപ്പായി. 49 കിലോ വാട്ട് യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് കറണ്ട് പോയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ 533 രൂപയ്ക്ക് 229 യൂണിറ്റ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ അറൗണ്ട് ഒരു 75 യൂണിറ്റ് കറണ്ട് നമ്മൾ എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഈ കിടക്കുന്ന BE6 ഫുൾ ചാർജ് ആവാൻ എടുത്ത പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, ഇതുപോലത്തെ കണ്ടന്റ്സ്.